ഞങ്ങളെ പൊട്ടിച്ചിരിക്കും. പടക്കം പൊട്ടിക്കാതെ ഞങ്ങളെ പൊട്ടിക്കാൻ പറ്റില്ല എന്തുകൊണ്ടാണ് പൊട്ടിക്കാൻ പറ്റാത്തത്? ഞാൻ പറയുക നിങ്ങൾ പൊട്ടിക്കില്ല, പൊട്ടിക്കണ്ടെന്നാ പറയുന്നത്. അതെന്താ പൊട്ടിക്കാൻ പറ്റാത്ത? എന്നാ പിന്നെ കേസെടുത്ത് അറസ്റ്റ്, എന്നാ പിന്നെ അറസ്റ്റ് ചെയ്തോ? ഞങ്ങളെ പൊട്ടിക്കും, ഞങ്ങളെ പൊട്ടിച്ചിരിക്കും. ഞങ്ങൾ പൊട്ടിക്കാൻ പറ്റും. പോലീസുകാരെ അറസ്റ്റ് ചെയ്യോ? പോലീസുകാരെ അറസ്റ്റ് ചെയ്യും. അറസ്റ്റ് ചെയ്യൂ, നമ്മൾ അറസ്റ്റ് ചെയ്യൂ. നാടകീയ സംഭവങ്ങൾ തന്നെ അരങ്ങേറിക്കൊണ്ട് പോലീസ് പടക്കം വാങ്ങിക്കാൻ പറ്റും. തടയുവാണ്. ഇതൊക്കെ അടുത്ത അനീതിയാണ്. പടക്കം പൊട്ടിക്കാൻ ഇതിൽ റൈറ്റില്ല. നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയില്ല. പോലീസ് പറഞ്ഞാൽ അനുസരിക്കാൻ പൊതുജനം ബാധ്യസ്ഥരല്ലേ? അപ്പൊ പിന്നെ പൊതുജനം ഞാൻ അസോസിയേഷനാണ്, ഞങ്ങളുടെ നേതാവിനായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റില്ല. നാളെ വേറൊരാൾ പടക്കം ജനത്തിന് പകരം ഞാൻ ചെറിയ ബോംബ് പൊട്ടിക്കുന്നു പറഞ്ഞാൽ സമ്മതിക്കാൻ പറ്റും. അത് നമുക്ക് പിന്നെ നിയമവശങ്ങൾ എപ്പോഴും ഒഫൻസ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നിയമ നടപടി സ്വീകരിക്കുന്ന നിവൃത്തിയുള്ളൂ. അത് നമ്മൾ ഇവരെ പറഞ്ഞ് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അവരെ കേട്ടോ. ഞങ്ങളെ സ്വീകരിച്ച് അദ്ദേഹം വിളിച്ചിട്ടുണ്ട്. ഞങ്ങൾ അദ്ദേഹത്തിന് സ്വീകരണം കൊടുക്കാൻ പോവുകയാണ്. പോവാണ്. ഞങ്ങൾ വരാൻ ലേറ്റ് ആയതിന്റെ ഒരു ഇതാണ്. എല്ലാവരും ഞങ്ങൾ അവിടെ വെച്ച് തന്നെ ഇതെല്ലാം പടക്കം പൊട്ടിച്ച് മാറിയിട്ട് അയാളെ കേസിന് സംബന്ധിച്ചുള്ള അയാളെ ജനാധിപത്യമായിട്ടാണ് അയാൾ അറിഞ്ഞിട്ടുള്ളത്. സ്ത്രീകൾ ഒട്ടുമിക്ക സ്ത്രീകളും ദുരുപയോഗം ചെയ്യുന്നുണ്ട്. അത് മനസ്സിലാക്കിയേ പറ്റൂ. അറസ്റ്റ് ചെയ്യാനാണ് തോന്നുന്നത്. പോലീസുകാർ പറയുന്നത് വലിയ വണ്ടി വിളിക്കാനാണ് പറയുന്നത് ഞങ്ങളെ കൊണ്ടുപോകാനായിട്ട്. എവിടെ നമ്മളൊരു ഒരു പരാതി അല്ലെങ്കിൽ അതുപോലെ സംഭവം ഒഫൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ നടപടി. ഒഫൻസ് ഒന്നും ഉണ്ടായില്ല, ഞങ്ങളൊന്നും ചെയ്തില്ലല്ലോ. സമാധാനപരമായിട്ട് പറഞ്ഞു പടക്കം ശല്യപ്പെടുത്തരുത് എന്ന് പറഞ്ഞപ്പോഴേ അവർ പോവുകയാണ്. ഞങ്ങൾ ബോച്ചയുടെ അവിടെ പോയി പടക്കം പൊട്ടിക്കാം. ബോച്ചയുടെ അടുത്ത് പോയി പടക്കം പൊട്ടിച്ച് ആഘോഷിക്കാൻ പോലിസ്